വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ 3.5 കോടി മലയാളികളുടെ പ്രതിനിധികളായി സെൻട്രൽ സ്റ്റേഡിയത്തിൽ അണിനിരന്ന ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തിയാണ് വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന വി.ഡി. സതീശൻ സത്യവാചകം ചൊല്ലിയത്. ദൈവനാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. പി.കെ. കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ. മുരളീധരൻ എന്നിവർ പിന്നാലെ സത്യവാചകം ചൊല്ലി. ജനനേതാക്കൾക്കെല്ലാം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് നേരിട്ട് സാക്ഷിയായവർ. പി.കെ. കുഞ്ഞാലിക്കുട്ടി എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും discharge my duties as a minister of the state of Kerala, and that I will do right to all manner of people in accordance with the constitution and the law without fear or favor, affection or ill will. മോൻസ് ജോസഫ്, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ്, സി.പി. ജോൺ, എ.പി. അനിൽകുമാർ, എൻ. ഷംസുദ്ദീൻ, പി.സി. വിഷ്ണുനാഥ്, റോജി എം. ജോൺ, ബിന്ദു കൃഷ്ണ, എം. ലിജു, കെ.എം. ഷാജി, പി.കെ. ബഷീർ, വി. അബ്ദുൾ ഖഫൂർ, ടി. സിദ്ദിഖ്, കെ.എ. തുളസി, ഒ.ജെ. ജനീഷ് യുവനേതാക്കൾക്കെല്ലാം സദസ്സിന്റെ വൻ സ്വീകരണം. മുഖ്യമന്ത്രി ഉൾപ്പെടെ 19 പേർ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഇടതുധാരയിൽ സഞ്ചരിക്കുന്ന പ്രസ്ഥാനങ്ങളുടെ ഭാഗമായ ഷിബു ബേബി ജോണും സി.പി. ജോണും ഇവരുടെ പ്രതിജ്ഞ സഗൗരവം എടുത്തു. പാൻസ് ധരിച്ച് സത്യവാചകം ചൊല്ലി റോജി എം. ജോണും വ്യത്യസ്തനായി. വലിയ ആളും ആരവവും നിറഞ്ഞ ഗംഭീര അന്തരീക്ഷത്തിലായിരുന്നു സതീശൻ സർക്കാരിന്റെ ടേക്ക് ഓഫ്. സെൻട്രൽ സ്റ്റേഡിയം മുഴുവൻ പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞു. സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ തെരുവിലിറങ്ങിയ ജനസഹസ്രങ്ങളുടെ തുടർച്ച പോലെ ഇന്നലെ ഉച്ച മുതൽ വൻ ജനപ്രവാഹത്തിനാണ് തലസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. പതിറ്റാണ്ടിന് ശേഷമുള്ള UDF മന്ത്രിസഭയുടെ കൊടിയേറ്റം ജനകീയതയുടെ മഹാവിളംബരമായി. അധികാരപ്രവേശത്തിന് സാക്ഷികളാകാൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി എന്നിവരും പങ്കെടുത്ു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഗവർണറുടെ ചായ സൽക്കാരത്തിനായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ലോക്ഭവനിലെത്തി. ഒരുമിച്ച് ഗ്രൂപ്പ് ഫോട്ടോ എടുത്താണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ലോക്ഭവനിൽ നിന്ന് പിരിഞ്ഞത്. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.